Me and Pepe, for 11 days straight, were fighting 12 hours a day, punching each other in the face, in the ribs, in the body, everywhere. Everything was performed, of course, professionally and up to task, but I've never seen a man take this many punches and still survive, and I'm happy you also punched me back, but thank you. ബാക്കിയുള്ള പടങ്ങളിലെല്ലാം ആക്ഷൻ്റെ ഇത് എടുക്കുകയാണെങ്കിൽ നാടൻ തല്ലും പരിപാടികളൊക്കെ ആയിരുന്നു. ആകെ ഇത്തിരി വ്യത്യാസം ഉണ്ടായിരുന്ന RDXലാണ്. പക്ഷെ അതും എനിക്ക് മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയായിരുന്നു. അപ്പൊ ഇതിനകത്തേക്ക് വന്നപ്പോൾ ബോക്സിംഗ് ആണ്. ബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് വെറുതെ വന്നിട്ട് ചറവറ അടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ ആ ബോക്സിംഗ് അടിപൊളിയായിട്ട് നമ്മൾ പക്ക ആ ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ ചെയ്യാനായിട്ടുള്ള ഒരു അതായിരുന്നു ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. He is now the only actor in India with a professional boxing license, so don't mess with the guy. ക്യാരക്ടർ ചൂസ് ചെയ്യുന്നത് ആക്ഷൻ പടങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ഒരിക്കലും ഇല്ല. അതിപ്പോ ഞാൻ അങ്ങനെ ആയിപ്പോയതാണ് ബ്രോ, അല്ലാതെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ആക്ഷൻ സിനിമകളുടെ ഭാഗമായതല്ല. എനിക്ക് വന്ന പരിപാടികളൊക്കെ അങ്ങനെ ആയിപ്പോയതാണ്. ഞാൻ പണ്ട് ചെയ്ത ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര കോളേജിൽ ഇങ്ങനെ ഒലിപ്പിച്ച് കിടക്കുന്ന പയ്യൻ, അങ്ങനത്തെ കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഞാൻ ചെയ്തേക്കണത്. പക്ഷെ സിനിമയിൽ വന്നപ്പോൾ അങ്ങനെ ആയതാണ്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല. നമ്മൾ അത്യാവശ്യം പ്രൊമോഷൻസ് പരിപാടികളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ബ്രോ ചിലപ്പോൾ കാണാത്തോണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ബ്രോ സമയം കിട്ടുമ്പോ എപ്പോഴെങ്കിലും എടുത്തത് കാണും. അപ്പൊ എല്ലാവർക്കും അറിയാലോ, ദാവീദ് നാളെ ഇറങ്ങാൻ പോവാണ്. അപ്പൊ എല്ലാരും മൂവി കാണണം. കടം വാങ്ങിച്ചിട്ടാണെങ്കിലും പൈസ ഇല്ലെങ്കിലും എന്തെങ്കിലും പോയി കാണണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് മിണ്ടൂല. ഇത്രയുള്ളൂ. ഹായ് എവരിബഡി, താങ്ക് യു ഫോർ കമ്മിങ്. പൂജ തൊട്ട് നിങ്ങൾ തന്ന സപ്പോർട്ട് ഭയങ്കര വലുതായിരുന്നു. നമ്മുടെ കണ്ടന്റ്സ് ഒക്കെ നന്നായിട്ട് ഷെയർ ചെയ്തു, നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഹോപ്പ് ടീസറും പാട്ടും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നാളെ സിനിമ റിലീസാണ്. ഇപ്പോൾ ഒരു വൺ ഇയർ എടുത്തിരുന്നു ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഞങ്ങളുടെ ക്രൂവിൻ്റെ താരതമ്യേന ഫ്രഷേഴ്സ് ആയിട്ടൊരു ക്രൂ ആണ്. അപ്പോൾ ക്രൂവിൻ്റെ വളരെ 1 ഇയർത്തെ കഷ്ടപ്പാടാണ്. ആ എഫേർട്ട് നാളെ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ കഴിയും. നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ സെയിം വൈബ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടും. സോ ആ സിനിമ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കണ്ണും പൂട്ടി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. അതൊരു ബിഗ് ഹിറ്റ് ആക്കാനായിട്ട് നന്നായിട്ട് പുഷ് ചെയ്യുക. നമ്മൾ തിയേറ്ററിൽ അടിക്കണം എന്ന രീതിയിലാണ് ആ സിനിമയെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ ഒരു സാധനത്തിൽ അടിച്ചില്ലെങ്കിൽ അടുത്ത സാധനമെങ്കിലും പിടിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ പരിപാടികൾ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളെ പ്രൊഡ്യൂസർ സെഞ്ചുറി കൊച്ചുമോൻ സാറ് പടം ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ സെഞ്ചുറി കൊച്ചുമോൻ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, സെഞ്ചുറി എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഒന്നാണ്. ഭയങ്കര ലെഗസി ഉള്ളൊരു പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പോൾ ദേ സ്റ്റാൻഡ്സ് ഫോർ ഫാമിലി വാല്യൂസ്. അനുബന്ധം, തന്മാത്ര പോലുള്ള വലിയ സിനിമകൾ ചെയ്ത പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പോൾ ആ ഫാമിലി വാല്യൂസിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ദാവീദ് പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷറായിട്ടൊരു ഡയറക്ടർ വന്ന് ചെയ്യുന്നു. അതിൽ കുറേ ക്രൂസ് മെമ്പേഴ്സും പുതിയ ആളുകളാവുന്നു. പക്ഷേ പടം കണ്ടു കഴിഞ്ഞപ്പോൾ സെഞ്ചുറിയുടെ ലെഗസി നഷ്ടപ്പെട്ടിട്ടില്ല. ആൻഡ് ദ ഫിലിം സ്റ്റാൻഡ്സ് ഫോർ ഇറ്റ്സ് ഫാമിലി വാല്യൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നിങ്ങൾക്കും നാളെ തിയേറ്ററിൽ അത് പ്രതീക്ഷിക്കാൻ പറ്റും. ദാവീദ് ഇസ് ഇൻ ആൻഡ് ഔട്ട് എ ഫാമിലി എൻ്റർടൈനർ. ഫാമിലി വരണം, ഫാമിലി വന്ന പടം കാണണം. നിങ്ങൾക്ക് ആ ഫാമിലിക്ക് ആ പടം ഭയങ്കര എൻജോയബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും പിള്ളേർ വന്നാൽ വർക്കാവില്ലേ എന്ന്. അപ്പോൾ അതിൻ്റെ മറുപടിയും കൊച്ചുമോൻ സാർ തന്നെ പറഞ്ഞു, പിള്ളേരും വരുന്നത് ഫാമിലിയിൽ നിന്നല്ലേ, അവന്മാർക്കും വർക്കാവുമെന്ന്. സോ അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ സിനിമയുടെ USP നമുക്ക് ഈ കൂട്ടത്തിലിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്ക് അറിയാം, പേഴ്സണലി അറിയാവുന്നവരുണ്ട്. നമ്മുടെ സിനിമയിലെ തന്നെ ഉള്ള ആളുകളാണ്, മലയാള സിനിമയിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ മോ ഇസ്മയിൽ. ഹി ഡൺ ദ ക്യാരക്ടർ സൈനുൽ അഹ്മദോവ്. അപ്പോൾ അദ്ദേഹം ഈസ് ആൻ ഈജിപ്ഷ്യൻ അമേരിക്കൻ ആക്ടർ, പ്രൊഡ്യൂസർ, ആൻഡ് വെൻ ഐ എം വർക്കിംഗ് വിത്ത് ഹിം എന്നെ ഒരുപാട് പുള്ളി ഇൻസ്പയർ ചെയ്തിരുന്നു വിത്ത് ഹിസ് ആക്ടിങ് സ്കിൽസ്. ആൻഡ് മലയാള സിനിമയ്ക്ക് ഈ സിനിമയിലൂടെ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ കഴിയുന്നു. ആൻഡ് മൈ മോ ഇസ്മൈൽ ആസ് സൈനുൽ അഹ്മദോവ്. ഓക്കെ, ആൻഡ് ഐ തിങ്ക് മോ ഹാസ് സംതിങ് ടു ടോക്ക് ടു യു ഗൈസ്. He is our USP and please listen to him.
Good evening, namaskaram, and assalamu alaikum. Hope everybody's doing great. It's an absolute pleasure and honor to be here with you guys. Thank you guys for coming today, all the press. It's much appreciated that you're covering this incredible film. But before I start, I want to first start everyone from the beginning of this incredible journey, including, of course, Govind. But before that, I want to thank my man all the way to the right corner, Achu, one of the main producers on this film, because he made everything happen, and he reached out to me. And from the second I laid my eyes on the script, honestly, I was amazed that this kind of film was written by Deepu and Govind, who put so much effort, research. They went all around India, talked to so many real athletes, real boxers, to really come up with a story, and then intertwine it and integrate it, and then package the film in a way where it is sold to a general audience, to a family, for an action, however it might be pleased. And then, of course, with Anthony's beautiful presence, this is one of the men that I respect the most on this film, because he went through an insane transformation. And me being an athlete myself and usually maintaining a specific physique, I know how hard it is. So for Anthony to do this with the rest of the production team, who was absolutely phenomenal, and then to work with the cast like Jess, who for me blew my mind. I love her. Every scene was amazing. Lijo was phenomenal. Saiju, sir, remember from the first day we connected, and it was just, we knew each other, all of us. So it's been a magical journey. It took us over 3 months to bring this for you guys. It's premiering finally tomorrow, and we're very excited. I'm very happy and honored and humbled to be here. And I hope you guys, and I'm sure actually you will enjoy the film, and I'm looking forward to your reviews. So thank you for having me. Govind, sir, you are a legendary director. As you guys know, some of you might know, this is his directorial debut. And I can assure you, he's going to make waves not just out of Kerala, but all the way out of India, regionally, globally, and internationally. Because I will tell you something, sir, I have watched every fight movie since Bruce Lee, since the 1960s. I grew up watching Stallone, Arnold, and everybody. And to see a film like this coming out of Kerala, brought by this beautiful team, for me, I'm telling you, we're taking things to a next level, and I can put my word behind that. And I can also tell you something else. Lastly, me and Pepe, for 11 days straight, were fighting 12 hours a day, punching each other in the face, in the ribs, in the body, everywhere. Everything was performed, of course, professionally and up to task, but I've never seen a man take this many punches and still survive, and I'm happy you also punched me back. But thank you. Thank you very much. എനിക്ക് എന്റെ പേര് മാത്രം മനസ്സിലായില്ല. അപ്പൊ നമ്മുടെ സിനിമ നാളെ റിലീസ് ആവാണ്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത സിനിമയാണ്. എല്ലാ സിനിമകളുടെ പിന്നിലും ഹാർഡ് വർക്ക് ഉണ്ട്. പക്ഷെ ഈ പടത്തിന് വേണ്ടി ഞങ്ങളൊരു 6 month ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. ബോക്സിങ്ങും അതേപോലെ തന്നെ വർക്കൗട്ട്, ഡയറ്റ്. ഞാൻ ഭയങ്കര ഫുഡി ആയിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തു. ഇപ്പൊ ഈ പടം ചെയ്തതിനൊക്കെ ഉപരി എനിക്ക് പേഴ്സണലി എനിക്ക് ഇപ്പോൾ ആ ഒരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി, ആറ്റിറ്റ്യൂഡ് എനിക്ക് ഈ പടത്തിൽ നിന്ന് കിട്ടി. അതെനിക്കൊരു പേഴ്സണൽ അച്ചീവ്മെൻ്റ് ആണ് ഈ ദാവീദ് എന്ന് പറഞ്ഞ മൂവി ചെയ്തത്. അപ്പം ദാവീദ് എന്ന് പറഞ്ഞ സിനിമയെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയല്ല. ഒരു സാധാരണ ഒരു മലയാളിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു സ്റ്റോറിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത്രയും നല്ല രീതിയിൽ നമ്മൾ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള റിസൾട്ട് തിയേറ്ററിൽ വരട്ടെ. അതേപോലെ തന്നെ നാളെ വേറെ 2 സിനിമകൾ റിലീസ് ആവുന്നുണ്ട്. പൈങ്കിളി, അതിനകത്ത് നമ്മുടെ ഫ്രണ്ട്സാണ് വർക്ക് ചെയ്തത്. സജിൻ എൻ്റെ കൂട്ടുകാരനാണ്. അതേപോലെ തന്നെ അർജുൻ്റെ പടം ഇറങ്ങുന്നുണ്ട്, റൊമാൻസ്. അപ്പം എല്ലാ പടങ്ങൾക്കും എല്ലാവിധ ആശംസകളും. ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടട്ടെ. കാരണം ഒരു പടം ചെയ്യുമ്പോൾ അതിനുവേണ്ടി അവരെടുക്കുന്ന എഫേർട്ടും അതൊക്കെ നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എല്ലാ പടത്തിനും ബെസ്റ്റ് റിസൾട്ട് കിട്ടട്ടെ, ഏറ്റവും അടിപൊളിയാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം പടം ദാവീദും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ദാവീദിലേക്ക് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ എത്തിപ്പെട്ടത്.
ഒരു സോങ് കട്ടിൽ മാത്രം അഭിനയിക്കിട്ടിരുന്ന ഞാൻ ഒരു മുഴുനീള കഥാപാത്രം എനിക്ക് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്, ചാൻസ് ചോദിച്ചാൽ നമുക്ക് ചാൻസ് കിട്ടും. ചിലപ്പോൾ ഒരു പ്രാവശ്യം ചോദിച്ചാൽ കിട്ടൂല, 2 പ്രാവശ്യം ചോദിച്ചാൽ കിട്ടൂല, പക്ഷേ 5-6 പ്രാവശ്യം ചോദിച്ചാൽ ആരെങ്കിലും ഒരാൾ തരണ്ടിരിക്കില്ല, സഹതാപങ്ങളിൽ തോന്നിയിട്ട്. അപ്പോൾ അങ്ങനെ ഗോവിന്ദ് ശ്രീനാഥ് രാജേന്ദ്രൻ്റെ അസോസിയേറ്റ് ആയിരുന്നു തീവണ്ടിയിൽ, ആയിരുന്നു തീവണ്ടിയിൽ. അദ്ദേഹം ചീഫ് അസോസിയേറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫെല്ലിയുടെ പടമായിരുന്നു. അന്നാണ് ഗോവിന്ദനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നെ കൽക്കിയിൽ വീണ്ടും അസോസിയേറ്റ് ആയിരുന്നു, അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ആ ടീമിലെ ഓരോ ആൾക്കാരും, ഇപ്പോൾ ദീപു ഒക്കെ കൽക്കിയിൽ വർക്ക് ചെയ്ത ആളാണ്. പിന്നെ സുജിനാണ് നമ്മുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ. അദ്ദേഹത്തിനെ പറ്റിയും എടുത്തു പറയേണ്ടതാണ്. നല്ലൊരു ടീമാണ്. അതിൻ്റെ അകത്ത് ഓരോ ആൾക്കാർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡയറക്ഷനിലേക്ക് വരുന്നു. അവർ പഴയ പരിചയം വെച്ചിട്ടോ സ്നേഹം വെച്ചിട്ടോ ഒക്കെ നമ്മളെ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മോയിൻ്റെ വോയിസ് കേട്ടപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഞെട്ടിയില്ലേ? ഇതേപോലെയായിരുന്നു ക്യാരവനിൽ ഞാൻ ഇരിക്കുമ്പോഴത്തേക്കും ഡോർ ആരോ തുറന്നു. അപ്പോൾ പെട്ടെന്ന് മോയിൻ്റെ വോയിസ് കേട്ടു. ഞാനത് ആരാണ്, ഭയങ്കര രസമുള്ള വോയിസ്, എന്ത് രസമാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ബ്ലേസറൊക്കെ ഇട്ടിട്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇദ്ദേഹമായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റിയത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഷോട്ട് നമ്മളൊരു കോളനിയിലാണ് ഷൂട്ട് ചെയ്തത്. ആഷിഖ് അബു, ദ മാൻ ഹു നെവർ ഫിഞ്ച്, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡയലോഗ്. ഞാൻ പറഞ്ഞ പത്രം ഒത്തില്ല, പക്ഷെ പുള്ളി അത് അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. തിയേറ്ററിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ ഒരു ഭയങ്കര വോയിസിൻ്റെ ഉടമയാണ് മോ. ആൻ്റണി ആയിട്ട് ആദ്യമായിട്ട് എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റി. അതിൻ്റെ ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ. മിക്കവാറും ഇവിടുത്തെ ലീഡ് ഹീറോസ് എല്ലാവരെയും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ആൻ്റണി മാത്രമായിരുന്നു അങ്ങനെ 3-4 പേരിൽ മിച്ചമുണ്ടായിരുന്നു. പക്ഷേ ആൻ്റണി ആയിട്ടും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ഞാൻ ഈ മേപ്പടിയാൻ ചെയ്യുന്ന സമയത്ത് ഉണ്ണിമൂന്നിനെ അതുവരെ നമ്മൾ 6 പാക്കും നല്ല ബോഡിയൊക്കെ ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. മേപ്പടിയും കണ്ടപ്പോഴത്തേക്കും ആദ്യമായിട്ട് എനിക്ക് ഉണ്ണിയോട് ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം എൻ്റെ ബോഡി പോലത്തെ ഒരു ബോഡിയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്, കുറച്ച് വയറൊക്കെ ചാടി. അങ്ങനെ RDX കണ്ടപ്പോൾ എനിക്ക് പെപ്പയോട് ഭയങ്കര ഒരു ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ ബോഡി എൻ്റെ ബോഡി പോലെയൊക്കെ ചെറുതായിട്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേക്കും ഇദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു അസൂയാണ് തോന്നിയത്. എന്ന് വെച്ചാൽ അദ്ദേഹം അത്രയും ട്രാൻസ്ഫോം ചെയ്തു ഈ കഥാപാത്രത്തിന് വേണ്ടി. ഹാറ്റ്സ് ഓഫ് ടു പെപ്പെ. പിന്നെ നമ്മുടെ സെഞ്ചുറി ഫിലിംസ് ആണ് ഇത്, വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്. പിന്നെ ഷിബുചേട്ടൻ്റെ ബാനർ, ഷിബുചേട്ടൻ്റെ മകനാണ് അച്ചു. ഒരു വളരെ നല്ലൊരു ടീമായിരുന്നു. പനോരമ സ്റ്റുഡിയോസ്, ടോം, എബി, ഇവരൊക്കെ ഇതിൻ്റെ നിർമ്മാണ പങ്കാളികളാണ്. അജുവായിട്ട് എനിക്കറിയില്ല എത്രാമത്തെ പടമാണ്. അജുവായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട പേര് ജസ് കുക്കു, ആൻ്റണിയുടെ മകളായിട്ടാണ് അഭിനയിക്കുന്നത്. എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ജസ് കുക്കുമായിട്ട് അഭിനയിക്കുന്നത്. ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. അതുപോലെ എടുത്തു പറയേണ്ട കാര്യമില്ല. കുട്ടികൾ ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. ഭയങ്കര പേടിച്ചിട്ട് വേണം ഇവരായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും. അപ്പം അങ്ങനെ ഒരുപാട് വലിച്ചു കിട്ടുന്നില്ല. അപ്പം ഇതാണ്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളിൽ എത്ര പേർക്ക് സിനിമയിൽ വരാൻ ആഗ്രഹമുണ്ട്? ഇപ്പം മീഡിയയിലാണ്, മീഡിയയിൽ എല്ലാവരും ഭയങ്കര പ്രഗത്ഭരാണ്. സിനിമയിലോ മീഡിയയിലോ എവിടെയായാലും ചാൻസ് ചോദിക്കുക. ചാൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടും. അവിടെ നിന്ന് പിടിച്ചു കയറുക. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നത് ഞാനൊരു 2 ആഴ്ച മുമ്പ് നിങ്ങളെ എല്ലാവരെയും ഒന്ന് കണ്ടതാണ് പൊന്മാൻ്റെ പ്രസ് മീറ്റിൻ്റെ സമയത്ത്. അപ്പോൾ വീണ്ടും ഇപ്പോൾ ദാവിദിൻ്റെ ടീമിലൂടെ വന്നിരിക്കുകയാണ്. ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ഈ സിനിമയെക്കുറിച്ച്. നമ്മൾ പെപ്പെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് എന്തായാലും പടത്തിൽ അടി കാണും എന്നുള്ളൊരു തോട്ട് എന്തായാലും എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ ഇതിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫാമിലി ഇമോഷനാണ്. ഒരുപാട് വലിയ അല്ലെങ്കിൽ ഈ ത്രൂ ഔട്ട് ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഉള്ള മൊമെന്റ്സ്, ഫാമിലി ഇമോഷൻസ്, അത് ഭയങ്കര രസമായിട്ട് എഴുതിയിട്ടുണ്ട് ദീപു. അതേപോലെ എൻ്റെ അടുത്ത് ഗോവിന്ദ് വന്ന് കഥ പറഞ്ഞപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടിയേക്കാൾ അല്ലെങ്കിൽ ഈ ബോക്സിംഗ് എന്ന് പറയുന്ന എലമെന്റിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പറയുന്ന ഫാമിലി എലമെന്റ്സ് ആണ്. അത് വളരെ നല്ല രീതിക്ക് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗോവിന്ദ് ആണെങ്കിലും ദീപു ആണെങ്കിലും ടെൻഷനിലാണ്, എന്നാലും കോൺഫിഡൻ്റ് ആണ്. നന്നായിട്ട് തന്നെ അവരുദ്ദേശിച്ച പോലെ തന്നെ പടം വന്നിട്ടുണ്ട് എന്നുള്ളതിൽ. അതേപോലെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ആൻ്റണി ഇതിനു വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെയും റിസൾട്ട് എന്തായാലും
ഈ പടം ഇറങ്ങുമ്പോൾ, പടം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ. അതേപോലെ മോ ആദ്യമായിട്ടാണ്, ഇത് ഫസ്റ്റ് പടമാണ് മോയുടെ. അപ്പൊ അത് വളരെ ഗംഭീരമായിട്ട് ആ ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ മോള് ജസ്, ഞങ്ങൾ രണ്ടാമത്തെ തവണ ഇതിനു മുമ്പ് ഒരു സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ജസ്സിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ജസ് ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ കിടിലൻ ആക്ടറാണ്. പിന്നെ സൈചേട്ടൻ്റെ കൂടെ എനിക്ക് വളരെ കുറച്ച് കോമ്പിനേഷൻസേ ഉള്ളൂ, പക്ഷെ ഉള്ളതൊക്കെ ഭയങ്കര രസമുള്ള കോമ്പിനേഷൻ സീൻസ് ആണ്. എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷ. അപ്പൊ എല്ലാവരും എന്തായാലും തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഇതൊരു ആക്ഷൻ പടം എന്നല്ല അല്ലേ, ഒരു കംപ്ലീറ്റ് ഒരു എന്റർടൈനർ ആണ്, ഒരു ഫാമിലി സ്പോർട്സ് ഡ്രാമ ആണ്. അപ്പൊ എല്ലാവർക്കും എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും, എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. ഇപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യാം. ഇതിലോട്ട് ഇനി ആഡ് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഗോവിന്ദിൻ്റെ ക്ലാരിറ്റി തീർച്ചയായിട്ടും വിസ്മയിപ്പിക്കുന്നതായിരുന്നു. എന്ത് കഥാപാത്രമാണെങ്കിലും അവരൊക്കെ എന്താണ് തൻ്റെ സിനിമയിൽ ചെയ്യേണ്ടതെന്ന് സംവിധായകൻ എന്നുള്ള നിലയിൽ, അതും ആദ്യ സിനിമ സംവിധാനം ചെയ്യുന്ന വ്യക്തിയുള്ള നിലയിൽ ഗോവിന്ദിൻ്റെ ആ ഒരു ക്ലാരിറ്റി ഈ സിനിമയുടെ എല്ലാ മേഖലയിലും 100% ആത്മാർത്ഥമായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നാളെ ഓൺ സ്ക്രീനിൽ റിഫ്ലക്റ്റ് ചെയ്യും. അച്ചുവിനും കൊച്ചുവൻ സാറിനും ആൻ്റണിക്കും മോനും ലിജോയ്ക്കും സൈചേട്ടനും ജസ്സിനും പേര് കിട്ടി ദീപുവിനും സോറി ഞാൻ കുറച്ചേ ഉള്ളൂ സിനിമയിൽ, അതുകൊണ്ട് ഞാൻ അധികം ഇൻട്രാക്ട് ചെയ്തിട്ടില്ല ടീമായിട്ട്. ഞാൻ ഗോവിന്ദിനോടും ദീപുവിനോടും സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. ഇങ്ങനെ ഒരു റോള് തന്നതിന്, ഒരു മണ്ടൻ ബിസിനസ്സുകാരൻ്റെ അത് കുറേ കാലമായി ഒരു മണ്ട വേഷം തന്നിട്ട് അത് ഐ ആം വെരി ഹാപ്പി. നാളെ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പുണ്ട്, സ്ക്രീനിൽ തീ പാറാൻ സാധ്യതയുണ്ട് ഇവരുടെ ഇടയിൽ. അത്ര ഇടി രണ്ടുപേരും വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. താങ്ക് യു. ഹലോ, അപ്പൊ എല്ലാവർക്കും അറിയാലോ, ദാവീദ് നാളെ ഇറങ്ങാൻ പോവാണ്. അപ്പൊ എല്ലാരും മൂവി കാണണം. കടം വാങ്ങിച്ചിട്ടാണെങ്കിലും പൈസ ഇല്ലെങ്കിലും എന്തെങ്കിലും പോയി കാണണം, അല്ലെ ഞാൻ നിങ്ങളുടെ അടുത്ത് മിണ്ടൂല. അത്രേ ഉള്ളൂ. താങ്ക് യു. ഇവരെല്ലാം പറഞ്ഞതിനപ്പുറം കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ അധികമൊന്നുമില്ല. മെയിനായിട്ട് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ആദ്യം ഗോവിന്ദിനോടാണ്. ഗോവിന്ദ് ഒരു 2 years മുന്നെയാണ് ഈ സ്ക്രിപ്റ്റുമായിട്ട് വരുന്നത്. അപ്പം അത് കേട്ട ഉടനെ തന്നെ ഗോവിന്ദ് ആക്ച്വലി വേറൊരു കഥ പറയാനായിരുന്നു വന്നത്. അപ്പം അത് കൊള്ളാം, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദ് പറഞ്ഞു ഒരെണ്ണമുണ്ട്, ഇച്ചിരി കൂടെ ഒരു വലുപ്പമുള്ളൊരു സബ്ജക്റ്റാണ്. ഞാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. കേട്ട ഉടനെ ഞാൻ പറഞ്ഞു നമുക്കതല്ല, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്, ഇത് നമുക്ക് ഉടനെ തന്നെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദിൻ്റെ ആ സ്വപ്നത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയതിൽ ഭയങ്കരമായ സന്തോഷമുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ട ആന്റണിയോടാണ്. പുള്ളി ഇതിനെ കഷ്ടപ്പെട്ടത് നേരിട്ട് കൂടെ നിന്ന് കണ്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. പുള്ളിയുടെ ഈ എഫേർട്ട് എടുത്തിട്ടാണെങ്കിൽ ഈ സിനിമ ഒരിക്കലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പുള്ളി ഒരു സാധാരണ ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി ഒത്തിരി ഇതിന്റെ കൂടെ നിന്നു എന്ന് പറഞ്ഞാൽ ഒരു 3 months മൂവിക്ക് മുന്നേ തന്നെ 3 months ഇതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ട വന്നു. പുള്ളി ഓരോ ദിവസവും ബാക്കി ഇതിന്റെ ബോക്സിങ്ങും ഡയറ്റും വർക്കൗട്ടും എല്ലാത്തിൻ്റെയും കൂടെ പുള്ളി അതിന്റെ മേലെ അഭിനയിക്കേണ്ടതുണ്ടായിരുന്നു. പുള്ളിക്ക് ടൈം ഇല്ലായിരുന്നു. പുള്ളിക്ക് ആക്ച്വലി ടൈം ഇല്ല, ഒന്നും ചെയ്യാൻ പേഴ്സണൽ കാര്യങ്ങൾക്കൊന്നും ടൈം ഇല്ലാതെ ഓടി നടക്കുന്നത് ഞാൻ കണ്ടു. ഇത്ര എഫേർട്ട് എടുത്തതിന് ആന്റണി ശരിക്കും താങ്ക് യു. അതേപോലെ തന്നെ ഇസ്മായിൽ, ഞാൻ ഇതിനു മുന്നേ നിമിത്തങ്ങളിലൊന്നും വലുതായിട്ട് വിശ്വസിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ ഈ സിനിമയിൽ ഒത്തിരി പേര് കറക്റ്റായിട്ട് ചേരേണ്ട ആൾക്കാർ വന്നു എന്നുള്ളതാണ്. ഒരു എന്താ പറയാ, സിനിമയുടെ ഒരു ഓൾമോസ്റ്റ് ഒരു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഷൂട്ടിന് തൊട്ട് മുന്നെയാണ് മോനെ നമുക്ക് ഈ സിനിമയിലേക്ക് കിട്ടിയത്. പക്ഷെ കിട്ടിക്കഴിഞ്ഞ് അല്ലാതെ വേറൊരാളെ എനിക്ക് ഈ ക്യാരക്ടറിനെ സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സ്പെഷ്യൽ താങ്ക്സ് ടു അതേപോലെ തന്നെ സവിചേട്ടനും ഈ പറഞ്ഞ പോലെ ഒരു ക്രിട്ടിക്കൽ ഒരു സമയത്താണ് സവിചേട്ടൻ വന്നത്. അജുചേട്ടനും
കുട്ടേട്ടന് ഇവിടെ ഇല്ല. പക്ഷെ കുട്ടേട്ടൻ്റെ ഇപ്പം അടുത്ത് കാണുന്ന ക്യാരക്ടേഴ്സിനോട് തന്നെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണിത് എന്നാണ് എൻ്റെ വിശ്വാസം. പുള്ളിയെ പോലൊരു ആർട്ടിസ്റ്റിനെ ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി അഭിനയിക്കുന്നത് കണ്ട് പലപ്പോഴും ഞെട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ലിജോയും അമേസിങ് പെർഫോമൻസ് ആണ്. ആദ്യ ദിവസം ലിജോ വന്നപ്പോൾ പുള്ളിക്കാരത്തി എന്ത് ഈസായിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. വളരെ സ്ട്രോങ് ഒരു ക്യാരക്ടറാണ് ലിജോ ചെയ്തേക്കുന്നത് ഇതിൻ്റെ അകത്ത്. അപ്പം അത്രയൊക്കെ എനിക്കും പറയുള്ളൂ. അപ്പം എല്ലാവരും ഇതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത സപ്പോർട്ടിന് താങ്ക്സ്. ഈ സിനിമയുടെ കൂടെ നിൽക്കുക. ഒത്തിരി ഫ്രഷേഴ്സിന്റെ ഒരു ഓണസ്റ്റ് അറ്റംപ്റ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു. നന്നായിട്ട് തള്ളാൻ പറ്റുന്നതായിരുന്നു. ഇപ്പം ഇച്ചിരി ടെൻഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് തള്ളാൻ പറ്റുന്നില്ല. പക്ഷേ ഇതൊരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ്. നിങ്ങൾക്കൊരു കൊച്ചു ലുലു ആണ് ദാവീദ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇത് എടുക്കാം. അത് ഇമോഷനുണ്ട്, ഫൈറ്റുണ്ട്, നല്ല ഒരു ഫാമിലി എൻ്റർടൈനർ. നിങ്ങൾ തിയേറ്ററിൽ കൊടുക്കുന്ന കാശ് കൃത്യമായിട്ട് മുതലാവുന്ന ഒരു സിനിമയായിരിക്കും. നിങ്ങൾക്ക് ഈ പടം കണ്ടിട്ട് ഒരിക്കലും അയ്യോ ഇത്രയും സമയവും കാശും വേസ്റ്റ് ആയല്ലോ എന്ന് തോന്നത്തില്ല. ഇതിൽ നന്നായിട്ട് തള്ളാമായിരുന്നു. എനിക്ക് പറ്റുന്നില്ല കേട്ടോ. നെഞ്ചിടിപ്പ് ചെവി കേൾക്കുന്നുണ്ട്, കുറച്ച് ടെൻഷനുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. ഓക്കെ. ഡയറക്ടർ അടുത്ത് തന്നെയാണ്. നാളെ വാലന്റൈൻസ് ഡേ ആണ്. 2 റൊമാൻറ്റിക് ചിത്രങ്ങളുടെ കൂടെ ഒരു ആക്ഷൻ പടം. ഡേറ്റ് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് തോന്നുന്നുണ്ടോ? ഇതിന്റെ മറുപടി കുട്ടേട്ടൻ പറഞ്ഞിരുന്നു. അതെ, പ്രണയത്തിൽ സംഘർഷമുണ്ട്. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് സംഘർഷഭരിതമായ ഒരു കൊച്ചു കുടുംബ ചിത്രം വാലന്റൈൻസ് ഡേക്ക്. അതാണ് ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തത്. കാരണം വെച്ചാൽ കളക്ഷൻ കൂടാനും ആദ്യത്തെ ദിവസം വളരെ സ്പെഷ്യലാണ്. ഒരു ഡയറക്ടറെ സംബന്ധിച്ച് ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലാണ് സ്ക്രീനിൽ കാണാന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു ദിവസം ക്രൂഷ്യലായിട്ട് ടെൻഷൻ ഉണ്ടോ? ടെൻഷനില്ല. കപ്പിൾസ് വന്നാൽ കപ്പിൾസിനും ഇഷ്ടപ്പെടും, സിംഗിൾസ് വന്നാൽ സിംഗിൾസിനും ഇഷ്ടപ്പെടും. അതുകൊണ്ട് അതിൽ ഭയങ്കര കോൺഫിഡൻ്റാണ്. റൊമാൻറ്റിക് പടം കപ്പിൾസ് പോയില്ലേ, സിംഗിൾസ് വരട്ടെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട്. അപ്പൊ അവർക്ക് ഭയങ്കര രസമായിരിക്കും. അത് സിംഗിൾസാ കൂടുതൽ. അടിപൊളിയാണ്. നോർമലി ഒരു ആക്ഷൻ ആക്ടർ എന്നുള്ള ലെവലിലോട്ട് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആക്ഷൻ മലയാളത്തിലൊരു ആക്ഷൻ ആക്ടർ ഉണ്ടെങ്കിൽ അതിപ്പോൾ ആന്റണി പെപ്പയാണ് മനസ്സിൽ വരുന്ന ആളുകൾ. മലയാളികൾക്ക് ഒന്നും മനസ്സിൽ വരുന്ന മുഖമാണ് താങ്കളുടേത്. ഇപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ആക്ടറെ സംബന്ധിച്ച് അവൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ വളരെ പ്രഷ്യസ് ആണ്. അപ്പോൾ ഇങ്ങനെ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആക്സിഡന്റ് ഉണ്ടായി, കുറച്ച് വിഷയമായിരുന്നു കേട്ടായിരുന്നു. എത്രത്തോളം എഫേർട്ട് ഇടേണ്ടി വരുന്നുണ്ട് ഒരു ക്യാരക്ടറായി ചെയ്യാനായിട്ട്? അല്ലെങ്കിൽ ഇത് എപ്പോഴെങ്കിലും എനിക്ക് ഇതിനെ പണിയായി വരും എന്ന് തോന്നിയിട്ടുണ്ടോ? ഓവറാകുന്നുണ്ടെന്ന്? ഇല്ല, നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ചെയ്യണത്. അപ്പൊ അതിനകത്ത് കഷ്ടപ്പാടുണ്ടാവും ഉറപ്പായിട്ടും. മെന്റലി ഫിസിക്കലി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഫൈനലി നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയില്ലേ നമ്മൾ ചെയ്യണത്. അപ്പൊ നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യണത്. അപ്പൊ അതിനകത്ത് വേറെ സംഭവങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. ഫൈനലി സിനിമ നന്നാവുക, അതിനുവേണ്ടി എന്തൊക്കെ മെന്റലി ഫിസിക്കലി നമുക്ക് എന്തൊക്കെ എഫേർട്ട് എടുക്കാൻ പറ്റും അത്ര എഫേർട്ട് എടുക്കുക. പിന്നെ ഡയറക്ടർ പറയുന്ന കാര്യം മാക്സിമം നന്നായിട്ട് ചെയ്യാൻ നോക്കുക. ഇതൊക്കെയാണ് ഞാൻ നോക്കാറ്. ക്യാരക്ടർ ചൂസിങ് എങ്ങനെ? ആക്ഷനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണോ ക്യാരക്ടർ ചൂസ് ചെയ്യുന്നത്? ആക്ഷൻ പടങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരിക്കലും ഇല്ല. അതിപ്പോ ഞാൻ അങ്ങനെ ആയിപ്പോയതാണ് ബ്രോ. അല്ലാതെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ആക്ഷൻ സിനിമകളുടെ ഭാഗമായതല്ല. എനിക്ക് വന്ന പരിപാടികളൊക്കെ അങ്ങനെ ആയിപ്പോയതാണ്. ഞാൻ പണ്ട് ചെയ്ത ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര കോളേജിൽ ഇങ്ങനെ ഒലിപ്പിച്ച് കിടക്കുന്ന പയ്യൻ, അങ്ങനത്തെ കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. പക്ഷെ സിനിമയിൽ വന്നപ്പോൾ അങ്ങനെ ആയതാണ്. ഒരിക്കലും അങ്ങനെ ഒരു ആക്ഷൻ സിനിമകൾ മാത്രം ചെയ്യണമെന്നല്ല. എനിക്ക് എല്ലാ ടൈപ്പ് റോംകോം അല്ലെങ്കിൽ ത്രില്ലേഴ്സ് അല്ലെങ്കിൽ റൊമാൻറ്റിക് സിനിമകൾ, കോമഡി സിനിമകൾ, അങ്ങനത്തെ സിനിമകളെല്ലാം ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സിനിമകളുണ്ടല്ലോ. ഇപ്പോൾ ഈ ജാക്കി ചാൻ്റെ ഒക്കെ സിനിമകൾ പോലത്തെ, അതിനകത്ത് ആക്ഷനും ഉണ്ടാവും, എന്നാൽ കോമഡി ഉണ്ടാവും, എല്ലാം കൂടിയുള്ള മിക്സ് ചെയ്തിട്ടുള്ള സിനിമ. ഇങ്ങനെ എല്ലാ സിനിമയുടെയും ഭാഗമാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. മലയാളത്തിലൊരു ജാക്കി ചാനാണല്ലേ? അങ്ങനെയല്ല എടാ. സമയത്ത് ബഹളമുണ്ടായിട്ട് ഒരു ഇടി ഇരിക്കുന്നുണ്ടായിരുന്നു. മീഡിയക്കാരായിട്ടുള്ള ഒരു ഇടിയാണോ? മീഡിയക്കാരാണല്ലോ അല്ലല്ല മീഡിയക്കാരായിട്ടുള്ള ഇടിയല്ല. കോമ്പിനേഷൻ വേറെ നല്ല സ്വീറ്റ് കോമ്പിനേഷൻസാണ്. അവിടെ തല്ലും പിടുത്തവും ഇല്ല.
ആന്റണിയോട് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് അങ്കമാലി ഡയറീസ് തൊട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കൊണ്ടല് വരെ കണ്ട് വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. ഇദ്ദേഹം എടുക്കുന്ന എഫേർട്ട് ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നതാണ്. ഒരിക്കലും എന്നെ കൊണ്ടൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്തത്ര എഫേർട്ടാണ് ആന്റണി എടുക്കുന്നത്. അപ്പം ആ എഫേർട്ട് തീർച്ചയായിട്ടും നാളെ സ്ക്രീനിൽ നല്ല പത്തരമാറ്റ തിളക്കത്തിലുണ്ടാവും. നേരത്തെ ആന്റണി നിർത്തിവെച്ചൊരു സ്ഥലത്ത് ഞാൻ കണ്ടിന്യൂ ആണ്. ഇപ്പം നേരത്തെ ആന്റണി പറഞ്ഞു, ഇപ്പം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിലൂടെ അദ്ദേഹം തിരിച്ച് അച്ചീവ് ചെയ്തേക്കുന്ന ആക്ച്വൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ളൊരു മെൻറ്റാലിറ്റി അച്ചു വഴിയും ഗോവിന്ദ് വഴിയും കിട്ടി. അപ്പം അച്ഛനോടും ഗോവിന്ദിനോടുമാണ് ആന്റണിയെ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി കൊടുത്ത പോലെ ഒരു മെൻറ്റാലിറ്റി ആക്കൂ, തരുമോ? അപ്പോൾ അത് നാളെ എന്താണെങ്കിലും കാണാം. സോ ഇറ്റ് വാസ് എന്താ പറയുക, പ്ലഷർ അങ്ങനെ തന്നെ പറയണം ഇയാളുടെ വർക്ക് ചെയ്യാൻ. അത്രയും കാത്തിരുന്നതിൻ്റെട്ടാണ് കിട്ടിയത്. തീ പാറട്ടെ, പാറും, ഇടി കൊണ്ടപ്പോൾ തീ പാറുമല്ലോ. ഞാൻ കുറച്ച് സീനുകളേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു ബേസിക് ത്രെഡിൻ്റെ അതിൻ്റെ ഒരു ക്ലൈമാക്സും ഞാൻ കണ്ടു. ഇവരുടെ എഫേർട്ട് എടുക്കുന്നത് ഞാൻ ഡബ് സ്റ്റുഡിയോ പോയപ്പം കുറച്ച് സീനുകൾ കണ്ടു. ഇതൊക്കെ എനിക്ക് ടിക്കറ്റ് എടുക്കാൻ നാച്ചുറലി തോന്നിപ്പിക്കുന്ന ഘടകങ്ങളാണ് എന്നെ കാണാൻ. അപ്പം നാച്ചുറലി എന്നെ പോലത്തെ കുറച്ചധികം ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ തോന്നും. ഇപ്പൊ ഈ കൂടെ ഇറങ്ങുന്ന 2 പടങ്ങൾ പറഞ്ഞു. അപ്പം ഈ പ്രൊമോഷൻ ലെവലിൽ നോക്കിയാൽ തന്നെ ബഹുദൂരം മുന്നിലാണ് നിങ്ങളുടെ ഈ ദാവീദിൽ കാട്ടി ബഹുദൂരം മുന്നിലാണ് റൊമാൻസും അല്ലെങ്കിൽ പൈങ്കിളി. അവർ ഒരുപാട് കോളേജ് വിസിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പെപ്പയിൽ ശരിക്കും കണ്ടന്റിൽ കോൺഫിഡന്റ് ആയിട്ടാണോ അത് കണ്ടന്റ് ഇറങ്ങിയതിനു ശേഷം പ്രൊമോഷനിലേക്ക് പോവാ എന്നുള്ളത് തീരുമാനിച്ചിട്ടാണോ അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല. നമ്മള് അത്യാവശ്യം പ്രൊമോഷൻസ് പരിപാടികളൊക്കെ പോയിട്ടുണ്ട്. ബ്രോ ചിലപ്പോൾ കാണാത്തോണ്ടായിരിക്കും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ബ്രോ സമയം കിട്ടുന്ന എപ്പോഴെങ്കിലും എടുത്തത് കാണും. ഉണ്ണിമുകുന്ദൻ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു ആക്ഷൻ പടത്തിൽ, അതായത് ഉണ്ണിമുകുന്ദൻ തന്നെ ഈ മാർക്കോയ്ക്ക് വേണ്ട രീതിയിൽ മാർക്കറ്റിംഗ് ഒന്നും ചെയ്തില്ല. കാരണം ഒരു ആക്ഷൻ പടത്തിന് അത്രത്തോളം മാർക്കറ്റിംഗ് ചെയ്യാതെ തന്നെ ഒരു വൈഡ് ഓഡിയൻസിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത്തരത്തിൽ ദാവീദും അത്തരത്തിലൊരു വൈഡ് ഓഡിയൻസിലേക്ക് റീച്ച് ആവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻസ് ഉണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ ഇതൊരു പക്ക ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു വയലൻസ് അല്ലെങ്കിൽ ഒരു പക്ക ഇടിപ്പടം അല്ല ദാവീദ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഭയങ്കര ഒരു ഫാമിലി എന്റർടൈനർ പ്ലസ് ബോക്സിങ് അല്ലെങ്കിൽ സ്പോർട്സ് മൂവി, അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി, നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പൊ അതിലാണ്, ഈ സ്ക്രിപ്റ്റിലാണ് എനിക്ക് ഉള്ള കോൺഫിഡൻസ്. അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ മേക്ക് ചെയ്തെന്നാണ് എൻ്റെ പ്രതീക്ഷ പോലെ സംഭവിക്കട്ടെ, നല്ലൊരു സിനിമ ആവട്ടെ. ഫസ്റ്റ് പടം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ആക്ഷൻ നന്നായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്ത ആളാണ്. അതിനുശേഷം ഒരുപാട് ആക്ഷൻ സിനിമകൾ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഓരോ സിനിമകൾ ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആള് ഈ ദാവീദിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ദാവീദിലേക്ക് വരുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കിയുള്ള പടങ്ങളിലെല്ലാം ആക്ഷൻ്റെ ഇത് എടുക്കുകയാണെങ്കിൽ നാടൻ തല്ലും പരിപാടികളൊക്കെ ആയിരുന്നു. ആകെ ഇത്തിരി വ്യത്യാസം ഉണ്ടായിരുന്ന RDXലാണ്. പക്ഷെ അതും എനിക്ക് മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയ കാരണം. അപ്പൊ ഇതിനകത്തേക്ക് വന്നപ്പോൾ ബോക്സിംഗ് ആണ്. ബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് വെറുതെ വന്നിട്ട് ചറവറ അടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ ആ ബോക്സിംഗ് അടിപൊളിയായിട്ട് നമ്മൾ പക്ക ആ ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ ചെയ്യാനായിട്ടുള്ള അതായിരുന്നു ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ബാക്കിയുള്ള ഫൈറ്റിന്റെ ടൈമിങ് നമുക്ക് ഇത്രയും പടങ്ങൾ ചെയ്തുകൊണ്ട് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏത് കോമ്പിനേഷൻ തന്നാലും ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ കോച്ചായിട്ടുള്ള ജിതിൻ ചേട്ടനും ടിൻസൺ ബായും ചേർന്ന് നമ്മളെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു കൊറിയോഗ്രാഫി വന്നു കഴിയുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം സുരേഷ് ചേട്ടൻ്റെ പ്രസ്ഥാനത്തിനെതിരെ ആന്റണി ചേട്ടൻ ഒരു സ്പീച്ച് ഇറക്കിയാലോ, അതിൽ പാപ്പാടെ കുറച്ച് താരങ്ങൾ മാത്രമേ ഷെയർ ചെയ്യൂ, അതിലൊരാൾ താങ്കളാണ്. ശരിക്കും ഒരു ആക്ടർ എന്നല്ല, ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ചോദിക്കണം, സുരേഷ് ചേട്ടൻ പറഞ്ഞോട് യോജിക്കുന്നുണ്ടോ എതിർപ്പാണോ സുരേഷ് ചേട്ടൻ പറഞ്ഞതിനോട്? ഇല്ല, അതുകൊണ്ടാണല്ലോ ഷെയർ ചെയ്തത്. അതായത് മീഡിയ റെസ്പോൺസ് ആ കേസിലൂടെ പ്രൊമോഷൻ 5 പേർക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിൽ വന്നോളൂ. അല്ല, റിപ്പീറ്റഡ് ആയിട്ട് ഭയങ്കര ബോറിംഗ് ആണ്. അല്ലാതെ അങ്ങനത്തെ ഒരു ചുമ്മാ ഒരു വിഷയമല്ല. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ബിഗ് ഇൻഡസ്ട്രി, ഇത്രയും വലിയൊരു ടാക്സ് പേയിങ് ഇൻഡസ്ട്രി കുറിച്ചുള്ള ഒരു ഇതൊക്കെയാണ്. അപ്പം എൻ്റെ പേഴ്സണൽ അഭിപ്രായം, ഞാൻ
കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് ആ പേസഹോട് ഇന്റർവ്യൂവിലെടുത്ത ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊരു പ്രസ് മീറ്റ് ദാവീദിൻ്റെ അല്ലേ. അപ്പം ഞാൻ ആദ്യം ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു. ഹയർ സെക്കൻഡറി സ്കൂള് സൗഹൃദങ്ങൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ആ ഒരു യാത്രയെ ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് നമ്മൾ സിനിമ എടുക്കാൻ ആണ് 2015 എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിട്ടാണ് കൊച്ചിയിൽ വന്നത്. അപ്പോൾ ഈ ഒരു 10 years ട്രാവലിൽ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി സർവൈവ്ഡ് ഇൻ കൊച്ചി. ഇപ്പോൾ ചെറിയ ചെറിയ അഡ്വർടൈസ്മെന്റ്സ് ആയാലും VFX വർക്കുകളായാലും നമ്മൾ സിനിമയിൽ സർവൈവ് ചെയ്തു എന്നുള്ളതാണ്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടായാലും സർവൈവ് ചെയ്തു എന്നുള്ളതാണ് ഭയങ്കര സന്തോഷം. പിന്നെ നമ്മൾ ഒരു കഥ എഴുതി, ഒരുപാട് കഥകൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ദാവീദാണ് ആദ്യമായിട്ട് കഥ പറയാൻ അച്ചുവിൻ്റെ അടുത്ത് പോകുന്നത്. അപ്പം അച്ചുവും മറ്റൊരു കഥയായിട്ടാണ് അച്ചുവിൻ്റെ അടുത്ത് പോകുന്നത്. അച്ചു വേറൊരു കഥയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു പുതുമുഖ സംവിധായകന് നിങ്ങൾ ഒരിക്കലും തരില്ല ആ കഥ, ഞാൻ പറഞ്ഞു ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അച്ചുവും ഷിബു ബേബി ജോൺ സാറും ഒരേ സ്വരത്തിൽ പറഞ്ഞു നമ്മൾ ഈ സിനിമ ചെയ്യാണ്. ബിക്കോസ് സിനിമ ഒരു വലിയ സിനിമയായിരുന്നു. ഇപ്പം മോയെ പോലെ ഒരു ആക്ടറിനെ വേണം, പുറത്തുനിന്ന് ആക്ടർ വരണം. അപ്പം അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ലെവലിൽ ഭയങ്കര വലിയൊരു പടമായിരുന്നു. അപ്പോൾ അവരത് കട്ടയ്ക്ക് കൂടെ നിന്നു. കാരണം നമ്മൾ ചെയ്തിട്ടുള്ള ചെറിയ പരസ്യങ്ങളൊക്കെ അവർ കണ്ടിട്ടുള്ളൂ. അവരുടെ വിശ്വാസമായിരുന്നു. അവർ കൊടുത്ത, അച്ചുവും ഷിബു സാറോട് കൊടുത്ത വാക്കാണ് കൊച്ചുമോൻ സാർ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ കൊച്ചുമോൻ സാർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു കാര്യങ്ങൾ കുറച്ചുകൂടെ. കാരണം ഭയങ്കര സപ്പോർട്ടായിരുന്നു ചെയ്തത്. ഞാൻ ചോദിച്ചതെല്ലാം പടത്തിന് തന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ ജേർണിയിൽ എൻ്റെ സ്ട്രഗിളിൻ്റെ പേ ഓഫ് എന്ന് പറയുന്നത്, ഞാൻ സിനിമ തുടങ്ങുന്ന വരെ മനസ്സിലാക്കിയിരുന്നത് പേ ഓഫ് ഈസ് സക്സസ് എന്നായിരുന്നു. പക്ഷേ ഈ സിനിമ തുടങ്ങി ഷൂട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പേ ഓഫ് സക്സസിന് ഉപരി എൻ്റെ സ്ട്രഗിൾസിൻ്റെ, എൻ്റെയും ദീപുവിൻ്റെയും സ്ട്രഗിൾസിൻ്റെ പേ ഓഫ് എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് കിട്ടിയ നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനി ആയിരുന്നു. എൻ്റെ സിനിമയിൽ സഹകരിച്ച ക്രൂ ആയിരുന്നു. എൻ്റെ ക്രൂ എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ഒരു ഭയങ്കര ശക്തി. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈൻ ക്രൂ ആയിരുന്നു അവർ. എനിക്ക് ആക്ച്വലി ഒരു ബസ്സിൽ റിഗ് ഇടാൻ സാധിച്ചില്ല, റിഗ് വന്നില്ല. ഇപ്പോൾ മിന്നൽ ബാബു ഏട്ടൻ എന്ന് പറയുന്ന മിന്നൽ ക്രെയിനിൻ്റെ ബാബു ഏട്ടനുണ്ട്. ബാബു ഏട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ നീ വിഷമിക്കണ്ട, ഞാൻ ഓടുന്ന വണ്ടിയിൽ മറ്റേ ജിപ്പിട്ട് തരാം എന്ന് പറഞ്ഞു. അയാൾ ജിപ്പിട്ട് എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നു. എനിക്ക് വള്ളത്തിൽ പ്ലാറ്റ്ഫോം അടിക്കാൻ പറ്റിയില്ല, വള്ളം ബാഡായിരുന്നു വന്ന വള്ളം. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു വള്ളത്തിനകത്ത് ജിപ്പ് ഇട്ടു. അപ്പം ഞങ്ങൾ പ്രൊഡ്യൂസർ വന്നിട്ട് ചോദിച്ചു അത്രയും വലിയ ജിപ്പ് എങ്ങനെ ഇട്ടു എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് നോ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു ഒരു കാര്യത്തിലും. ഇപ്പം എൻ്റെ മേക്കപ്പ് മാൻ ഉണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്ത പല പടങ്ങളിലും മേക്കപ്പ് മാനൊക്കെ വന്നിട്ട് നിന്നിട്ട് പോവും, 2 ദിവസം വരും. 72 ദിവസം എൻ്റെ കൂടെ അവർ ട്രാവൽ ചെയ്തു. അപ്പം എൻ്റെ ഒരു ഓപ്പണിംഗ് സീക്വൻസിന് പ്രദീപേട്ടൻ എന്ന് പറയുന്ന ഒരാൾ അയാൾ എവിടെ നിന്നൊക്കെയാണ് ആ കോസ്റ്റ്യൂം തപ്പിയെടുത്തുകൊണ്ട് വന്ന് എനിക്കത് ചെയ്തു തന്നെന്ന് എനിക്കറിയില്ല. ലിറ്ററലി ആന്റണീനെ ഇട്ടത് നിർത്തിക്കളഞ്ഞു. ഞാൻ ആഗ്രഹിച്ച പോലെ ഞാൻ എയിൽ എന്താണോ കൊടുത്തത് അത് ഇട്ടിട്ട് വന്നു. എൻ്റെ ഫ്രണ്ട് സാലുവാണ് എൻ്റെ ക്യാമറ ചെയ്തത്. ഗ്രീറ്റ് ഇന്ത്യൻ കിച്ചൺ ആണ് സാലു ചെയ്ത റേവ് റിവ്യൂസ് ഉള്ളൊരു വർക്ക്. കാതൽ, മമ്മൂക്ക സാറിൻ്റെ കാതൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ, ഇൻ ആൻഡ് ഔട്ട് കൊമേഴ്ഷ്യൽ. കാരണം ഞാനും സാലുവൊക്കെ കണക്ട് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കട്ട വിജയ് ഫാൻസ് ആണ്. നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണുന്നവരാണ്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു പടം കാണാനുള്ള എടുക്കേണ്ടതെന്ന് ഫ്രം ദ ഡേ കണക്ട് ആവുന്ന ദിവസം തൊട്ടേ നമ്മൾ പറഞ്ഞിരുന്നു. ഞാൻ അവനോട് ചോദിച്ചത്, എടാ നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ആന്റണീനെ പ്രസന്റ് ചെയ്ത് തരണം. അവൻ്റെ കഴിവിൻ്റെ മാക്സിമം എടുത്തിട്ട് ഞാൻ ആഗ്രഹിച്ചതിലും മുകളിൽ സാലു എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നു. എൻ്റെ എഡിറ്റർ ചെറുമണം. അപ്പം ഞാൻ, ദീപു, രാകേഷ്, ഞങ്ങൾ 3 പേരും തീവണ്ടിയിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു. അപ്പം ആ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരുന്നവരാണ് ഈ സിനിമയിൽ ഡയറക്ടർ, റൈറ്റർ, എഡിറ്റർ ആയത്. അപ്പം അതായത് ഞങ്ങൾ സിനിമയിലേക്ക് ഒരുമിച്ച് വന്നു, ഞങ്ങൾ ഗ്രോ ചെയ്തത് ഒരുമിച്ചാണ്, ഞങ്ങൾ ഈ പൊസിഷനിൽ നിൽക്കുന്നത് ഒരുമിച്ചാണ്. അത് ഭയങ്കര ഒരു ഇമോഷണൽ മൊമെന്റ് ആണ് ലൈഫിലെ. സോ അവൻ ആക്ച്വലി ഹി ഗിവ്സ് ദാവീദ് ബ്ലഡ് ആൻഡ് ഫ്ലഷ്. അവൻ്റെ രാത്രികളൊക്കെ ഭയങ്കര കട്ടയ്ക്ക് അവൻ ഇരുന്ന് ചെയ്തു. പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്നതിൽ യാതൊരു മീനിങ് ഇല്ല. സ്ട്രഗിൾ ഇസ് അവർ ചോയ്സ്. എൻഡ് ഓഫ് ദ ഡേ ഞങ്ങൾ എടുത്തിരിക്കുന്ന എഫേർട്ട് ആ സിനിമയിലുണ്ട്. എൻ്റെ ഫസ്റ്റ് കട്ട് കണ്ടിട്ട്, ഇപ്പം ഞങ്ങൾക്ക് പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് കട്ട് കണ്ടിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായി, നമ്മൾ വന്നു നമുക്കെല്ലാം വർക്കായി,
പുറത്തുള്ള ആളുകൾക്ക് വർക്ക് ആവുന്നുണ്ടോ? അപ്പൊ ആദ്യമായിട്ട് ഇത് ടീസർ കട്ട് ചെയ്യാൻ ഈ സിനിമ കണ്ടത് ലിൻഡോ കുര്യനാണ്. അപ്പൊ ലിൻഡോ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇത് വർക്കബിൾ ആണല്ലോ, പരിപാടി അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ലിൻഡോ വിളിച്ചപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഏറ്റവും സന്തോഷകര കാര്യമാണ്, കാരണം നമുക്കിഷ്ടപ്പെട്ടു, നീ ഇത് പ്രേക്ഷകൻ സ്വീകരിക്കുമെന്നുള്ളൊരു ഇതിലുണ്ട്. അപ്പം ലിൻഡോ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ അവനെ പരിചയപ്പെടുന്നത്. അപ്പം അവൻ പറഞ്ഞു, ചേട്ടനെ എനിക്ക് പരിചയമില്ല, പക്ഷെ ദാവീദ് ഡിസർവിങ് ആണ്. അപ്പം ഞങ്ങൾ ചെയ്ത പ്രൊഡക്റ്റ് നൈസാണ്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമാണ്. ആ പ്രൊഡക്റ്റ് നാളെ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് കണക്റ്റ് ആയ സിനിമ, കാരണം ഞാൻ ദീപു പറഞ്ഞ കഥ കണക്റ്റ് ആയിട്ടാണ് അച്ചു വരുന്നത്, ആ കഥ കണക്റ്റ് ആയിട്ടാണ് ആന്റണി വരുന്നത്, ഇവരെല്ലാവരും വരുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോലെ സമാന ചിന്താഗതിക്കാർക്ക് എല്ലാവർക്കും ആ സിനിമ കണക്റ്റ് ആവും എന്നെനിക്ക് വിശ്വാസമുണ്ട്. നോർമലി ആക്ഷൻ പടങ്ങൾ എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് എന്നും പ്രിയമുള്ളതാണ്. തിയേറ്ററിൽ കൈയടിക്കാനും കൂവാനൊക്കെ പ്രത്യേകം ഒരു ഹരം കിട്ടുന്ന ഒരു ചിത്രമാണ് ആക്ഷൻ പടങ്ങൾ എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ആക്ഷൻ പടങ്ങൾ അല്ലെങ്കിൽ വയലൻസ് എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റായി മാറുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. പെപ്പയുടെ കൂടെ അഭിനയിക്കുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? പെപ്പയുടെ കൂടെ അഭിനയിക്കുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? പെപ്പ വല്ല ടിപ്സ് ഒക്കെ തരാറുണ്ടോ? ഇല്ല, മിഠായി വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതിപ്പോ എന്റെ അടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു പെപ്പയുടെ കൂടെ? നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. പ്രിൻസസ് ട്രീറ്റ്മെന്റ് ആയിരുന്നു. എല്ലാരും ചേച്ചി ഭയങ്കര സാധനമായിരുന്നു. അല്ലായിരുന്നു ജസ്റ്റ് കിഡി ജെകെ. എല്ലാവരും ഭയങ്കര കൈൻഡ് ആയിരുന്നു, ഫണ്ണി ആയിരുന്നു, അടിപൊളിയായിരുന്നു. അടി കേട്ടിട്ട് പേടിച്ചോ? ഇടി എന്തായിരുന്നു നേരിട്ട് കണ്ടപ്പോ? ആ കുഴപ്പമില്ല, അല്ല നല്ല ഇഷ്ടം. വെറുതെ മൂവി ആയിട്ടൊക്കെ ഞാൻ ഇങ്ങനെ കാണും. സ്റ്റേഡിയമിൽ ഇരിക്കാൻ സ്ഥലമുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ സൈനുള്ള മാധവന്റെ ഹെഡ് ബാൻഡ് ഇട്ടിട്ട് ഗാലറിയിൽ ഇരുന്ന് കാണിച്ചപ്പോ ഭയങ്കര ജലസായി പോയില്ല. അസൂയ പെപ്പയ്ക്ക്. RDX എല്ലാവരുടെയും. നീ തീർന്നടാ. സൈചേട്ടാ, ഒരു ഫാമിലി മാൻ എന്നല്ല ഒരു ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്ന മുഖം സൈചേട്ടനൊക്കെ ആയിരിക്കും. ഒരു ഫാമിലി അങ്ങനത്തെ ഒരു കുടുംബചിത്രങ്ങൾ വരുമ്പോൾ ഫസ്റ്റ് വരുന്ന മുഖം സൈചേട്ടൻ. അങ്ങനെയുള്ള സൈചേട്ടൻ തന്നെ പറയുകയാണ് അവസരങ്ങൾ അങ്ങോട്ട് ചോദിക്കണം എന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും സ്ട്രഗ്ലിങ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. അത് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ഒരു സ്റ്റാർ വരെയും ആക്ച്വലി എനിക്ക് തോന്നുന്നത് സ്ട്രഗിൾ ചെയ്യുവാണ്. ചില അടുത്ത സിനിമ ഏതാ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളായിരിക്കും അവർക്ക്. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് അടുത്ത സിനിമ ഇപ്പം ഫാമിലി മാൻ ആയാലും അല്ലെങ്കിലും അടുത്ത സിനിമ കിട്ടുക എന്നുള്ളതാണ്. ആ സിനിമ കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബോൺ ആക്ടേഴ്സ് അല്ല, നമ്മൾ പഠിച്ച് സിനിമയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് നിന്ന് പഠിച്ചതാണ്. ഒരു 2-3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം ഒക്കെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ ബാലിശ്യമായിട്ട് തോന്നും, പക്ഷെ അഭിനയം മറന്നുപോയോ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമോ? പക്ഷേ ഇത് എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയുമ്പോൾ ഇതൊരു സൈക്കിൾ ഓടിക്കുന്ന പോലെ, അല്ലെങ്കിൽ സ്വിമ്മിങ് നമ്മൾ ചെയ്യുന്നതല്ല. അതായത് ഇപ്പോൾ 1 വർഷം നമ്മൾ ചെയ്തില്ലെന്ന് വെച്ചാൽ നമ്മൾ മറന്നൊന്നും പോവില്ല. പക്ഷെ എന്നാലും ഒരു ആദ്യമാണ് ഇത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. അപ്പം അതുകൊണ്ട് നിരന്തരം സിനിമകളിൽ സജീവമായിരിക്കണമെങ്കിൽ നമ്മളങ്ങോട്ട് നമുക്ക് ജോലി വേണമെന്ന് പറയുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ എല്ലാ ദിവസവും മിനിമം ഒരു കഥയെങ്കിലും കേൾക്കുന്ന ഒരാളാണ്. എല്ലാവരുടെയും കഥ കേൾക്കും ഞാൻ. അങ്ങനെ ഇപ്പം ആരുടെയാണ് പരിചയത്തിന്റെ ത്രൂ വന്നു, അല്ലെങ്കിൽ ഇപ്പം ഗോവിന്ദനെ എനിക്ക് പരിചയമാണ്, ഗോവിന്ദന്റെ ഒരു ഫ്രണ്ട് എന്നോടൊരു കഥ പറയണം,
എനിക്ക് വിഷയമില്ല. എനിക്ക് വാട്സാപ്പിൽ റാൻഡംലി ചിലർ മെസ്സേജ് അയക്കും, കഥ പറയണമെന്ന്. ഞാൻ അവർക്കും സമയം കൊടുക്കാറുണ്ട്, ഞാൻ അവരുടെയും കഥ കേൾക്കാറുണ്ട്. അതിൻ്റെ കാരണം എവിടെയാണ് ബിരിയാണി കിട്ടാൻ പോകണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ ഒരു മെഗാ ബിരിയാണി ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു ബിരിയാണി എപ്പോഴെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. ലിജമോൾ ഇപ്പോൾ തിയേറ്ററിൽ പൊന്മാനൻ സൂപ്പർ ഹൈറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ടൈറ്റിൽ തന്നെ എല്ലാവരും പറഞ്ഞു വെച്ചാൽ ലൈഫ് സ്ട്രഗിൾസ് ഓഫ് എ കോമൺ മാൻ എന്നുള്ളതാണ് അതിൻ്റെ ടൈറ്റിലായിട്ട് എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്നത്. തിയേറ്ററിൽ കിട്ടുന്ന ഒരു എഫക്റ്റ്. അപ്പം ദാവീദിലുള്ള കഥാപാത്രം കാണുമ്പോൾ ആളുകൾ എങ്ങനെയായിരിക്കും ഈ സിനിമ ഇത്ര, അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ കൊടുക്കാൻ എന്തായിരിക്കും കൊടുക്കുക? എൻ്റെ കൊടുക്കാൻ സാധ്യതയുള്ളത് അതെ, സ്ട്രഗിൾ ഓഫ് എ കോമൺ വുമൺ. ശരിക്കും പാടുപെടുത്തിട്ടുണ്ടല്ലേ? ഇല്ല ഇല്ല, ഇതിൽ എനിക്ക് എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഫൺ എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടർ. ഇപ്പം സ്റ്റെഫിയെ പോലെ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഗ്രേ ഷെയ്ഡുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊന്നുമല്ല. അത്യാവശ്യം ഒരു ഫാമിലിയെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ലേഡിയാണ്. അതെ, ചിരിക്കുന്ന ക്യാരക്ടറാണ്. ആഗ്രഹമുണ്ട് ആരെങ്കിലുമൊക്കെ അങ്ങനെ വിളിച്ചാൽ പോകണം ചെയ്യണം എന്നൊക്കെ, പക്ഷെ ഇതിലില്ല, പിടിയടിയൊന്നുമില്ല. ഇല്ല. അതേപോലെ തന്നെ ഇനി അടുത്ത സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ആവുന്നത് പെപ്പയുടെ അടുത്ത ലൈനപ്പുകളാണ്. അതായത് നഹാസിന്റെ കൂടെ ഡ്യൂക്ക് കോമ്പിനേഷനിൽ ഒരു പടം. അത് അതിന് ക്ലാരിറ്റി പെപ്പ തന്നെ കൊടുക്കണം. കാരണം അത് കുറെ ആയി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ കുറിച്ചുള്ള എന്താണ് ക്ലാരിറ്റി? കൂടാതെ മാർക്കോടെ പ്രൊഡ്യൂസറുടെ കൂടെ ഒരു പടം, എന്താണ് അതിനെ കുറിച്ച് വ്യക്തമായിട്ട്? ഹാസിന്റെ കൂടെ ഒരു പടം ചെയ്യുന്നുണ്ട്. അത് ഏത് പടാന്ന് ഞാൻ പറയില്ല. പിന്നെ നേരത്തെ പറഞ്ഞത് ശരിയാണ്, മറ്റേ ഷെരീഫിക്കയുടെ കൂടെ ഒരു പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഡയറക്റ്റ് ചെയ്യണത്. അങ്ങനെ രണ്ടു പടമാണ്. മാർക്കോടെ ഡയറക്ടർ പറയുമ്പോൾ ആക്ഷനാണ് വീണ്ടും കൂടുതലായി പ്രതീക്ഷിക്കുന്നത്. മാർക്കോടെ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ വീണ്ടും ആക്ഷനാണ് കൂടുതലായിട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അല്ല, അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പുറത്തേക്ക് പറയാൻ പറ്റില്ല. കാരണം അവര് പടം ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. അതിന്റെ പരിപാടികൾ നടക്കണുണ്ട്. നല്ല പടമായിരിക്കും, അടിപൊളി പടമായിരിക്കും. They were asking why you come here, because there's no one to beat Pepe in industry. And തിരക്കഥ ഡിമാൻഡ് ചെയ്തു, മോയെ വിളിച്ചു. തിരക്കഥ ഡിമാൻഡ് ചെയ്തത് ഒരു വിദേശ താരത്തെയാ. ഇൻഡസ്ട്രി വിദേശ താരം ഇല്ല. അതിലൊരാള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉള്ള എല്ലാരും ഇടിച്ച് തീർന്ന് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് ഇടിക്കുന്നത്. ഞങ്ങളുടെ വിനീത് തട്ടിലേട്ടൻ ആ ഡയലോഗ് പറയുന്നുണ്ട്. ആൻഡ് ആരും മോയോടൊരു ചോദ്യം ചോദിക്കുന്നില്ലേ, വൈ ദിസ് ഇംഗ്ലീഷ്? Well, first things first, I want to say something to follow up your question. I just want to say Pepe is my favorite action star, so to share the screen with him actually is an honor. Thank you, brother. It was a beautiful experience. And to answer your question, Kerala from day one has been an incredible place. I've had many friends from here, but I never had the opportunity to come. So when I, of course, got contacted for the movie and everything came, I landed here, I think, in 72 hours. And right away, I got integrated with the people, the culture. I was very familiar with everything. From the second day, I was walking the streets. I was doing everything on my own. You guys see everything, actually. So I love Kerala. I love all of India, actually. I've been in different parts as well. I'm honored to be here, and I'm very thankful to be here. So thank you very much. Your favorite Well, I'll tell you from now. So before I came, I'll be very honest. I've seen and I've heard, of course, about certain titles. But as soon as we locked in the movie, I wanted to see some of my colleagues' work. So I saw actually RDX from Pepe. I've also seen a couple of trailers from the rest of the team, their work. I still want to watch some of those films. We need to find the subtitles. But I'm interested to watch more, and I'm very happy to be part of one now.
and hopefully many more to come. How is Pepe? So I will tell you again. I will tell you again also my background. So my background, I started fighting at a very young age, 6 years old, started training at a very young age. I was boxing, I was doing karate for a long time. I was also playing American football. So I know what pain really is, and I understand hard hitting. So to engage with Pepe over a span of 11 or 12 straight days, he's a hard hitter. And the best part for the movie, you guys need to understand something. Because we live in 2025 and we are shooting everything 8K, ultra slow motion, whether on phantom cameras, red cameras, you cannot fake any actions. So everything in this film is absolutely real. Every punch was landed real. Whether it was to the face of mine or Pepe, it was 100% real. Whether it was to the ribs, the body, or anywhere else, 100% real. And I'll also have to give credit to the rest of the boxers that were on the team, because unfortunately they saw my wrath. They came, of course, and it was a great fights, but I want to give them a big shout out. So I will tell you, Pepe is one of the toughest people I've met, because I hit him also very hard, but he returned it very well, and I'm proud of him. And just to remind everyone, he is now the only actor in India with a professional boxing license. So don't mess with the guy. Last question. പറഞ്ഞല്ലോ ചോദിക്കുന്ന ആൾക്ക് ചാൻസ് ഉള്ളൂ. അപ്പൊ ഇവരുടെ മുമ്പിൽ വെച്ച് ഞാനൊരു ഓപ്പർച്യൂണിറ്റി ചോദിക്കാം. ഐ എം ഓൾസോ ആൻ ആർട്ടിസ്റ്റ്. ഞാൻ വർഷങ്ങളായി ഞാൻ ചെറുപ്പം തൊട്ടേ ആക്ടിങ്ങിന് വേണ്ടി ഇങ്ങനെ വേറൊരു ജോലി ചെയ്യാതെ ആക്ടിങ്ങിന്റെ പുറകെ നടക്കുകയാണ്. ഐ എം ഡൂയിങ് ഓൾസോ ഹാർഡ് വർക്കിംഗ് ഓൾസോ. ബട്ട് ഇതുവരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. സച്ചേട്ടൻ ചോദിച്ചുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നു, അടുത്ത സിനിമയിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരണം. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആയ എനിക്ക് അടുത്ത സിനിമ കിട്ടും, ഉറപ്പായിട്ടും നമ്മൾ ഒരുമിച്ച് ചെയ്യും. പക്ഷെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആക്കേണ്ടത് ഇപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അടുത്ത സിനിമയിൽ ചാൻസ് വേണമെങ്കിൽ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആക്കി തരണം. സോ ഉറപ്പായിട്ടും ഈ സിനിമ കണ്ടു കഴിയുമ്പോ അത് തോന്നും. ഉറപ്പായിട്ടും ഈ സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ അടുത്ത സിനിമ ഉണ്ടാവും, ഉറപ്പായിട്ടും പരിഗണിക്കാം. ഇല്ല, എനിക്ക് നോ പറയാൻ ഭയങ്കര വിഷമമുള്ള ആളാണ് ഞാൻ. എനിക്ക് പറയാറില്ല, മിനിമം ഞാൻ ഓടിയൊക്കെ രക്ഷപ്പെടാറുണ്ട് ആ മൊമെന്റിൽ. ഭയങ്കര വിഷമമാവും, കാരണം എൻ്റെ അടുത്ത് ഒരുപാട് നോകൾ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഹർട്ടായിട്ടുണ്ട്. ഞാൻ മാക്സിമം നോകൾ പറയാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരുപാട് പടങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇടിക്കൂട്ടിന് പുറത്തുള്ള പെപ്പെ, അതായത് ലാസ്റ്റ് ഇറങ്ങിയ പടം കടലിന്റെ നടുക്കുവരുള്ളൂ. പക്ഷെ ഈ ഇടിക്കൂട്ടിലേക്ക് കയറുമ്പോ എങ്ങനെയുണ്ടാവും കിൻഡലും വെയിറ്റും ഇടിയുടെ? അത് ഞാനല്ലല്ലോ പറയണ്ടേ, അത് പടം ഇറങ്ങുമ്പോ നിങ്ങളല്ലേ പറയണ്ടേ. പടം ഇറങ്ങട്ടെ, പടം നല്ല പോസിറ്റീവായിട്ട് സംഭവിക്കട്ടെ. ഇടിയില് കിൻഡൽ വെയിറ്റ് വന്നിട്ടില്ലെങ്കിൽ അത് പെപ്പയുടെ പ്രശ്നമല്ല, അത് എൻ്റെ, സാലുവിൻ്റെ, ഞങ്ങളുടെ സൗണ്ട് ഡിസൈനറിൻ്റെ, മ്യൂസിക് ഡയറക്ടറിൻ്റെ പ്രശ്നമാണ്. ഞങ്ങൾ 4 പേരും വൃത്തിയായിട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ആ കിൻഡലടി ഫീൽ ചെയ്യും. അപ്പോൾ ആ പണി ടീച്ചറിൽ വർക്കായിട്ടുണ്ട്. ഞങ്ങളെ എടുത്ത് എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റ് ഉണ്ട് ശ്രീതടൻ വരച്ച ഓരോ, ശരിക്കും ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ പെപ്പയുടെ ട്രാൻസ്ഫോർമേഷനിലേക്ക് പറയുമ്പോൾ 96 സംതിങ് 22ലേക്ക് 74ലേക്ക് പുള്ളി എത്തിയത്. അപ്പം പുള്ളി എത്തിയത് ഈ 96 ആയിരുന്നപ്പോൾ ശ്രീധടൻ വരച്ച ആ വരയിലേക്കാണ് പുള്ളി എത്തിയത്. ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പെപ്പയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, കാരണം ഞങ്ങൾ സിനിമ തുടങ്ങുന്ന സമയത്ത് അതായത് പടം ഒന്നും ചെയ്യാത്ത ഞാൻ, കാതലൊക്കെ ചെയ്ത സാലു, ആവാസ വ്യൂഹം ചെയ്ത ചെറുപടം, ഞങ്ങളെല്ലാവരും പെപ്പേനെ വെച്ചിട്ട് ഒരു ബോക്സിംഗ് ഫിലിം ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതൊക്കെ നടക്കൂടി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ത്രൂ ഔട്ട് കേട്ടിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടിരുന്നത് ഒറ്റ പേരാണ് സിനിമയിലെ, ജസ്റ്റിൻ വർഗീസ്. ആ പേര് ഭയങ്കര, കാരണം ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ഇതിൻ്റെ മ്യൂസിക്കാണ്. അയാളുടെ ഏറ്റവും നല്ല പണി എടുത്തിട്ടുണ്ട് പുള്ളി, ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ നല്ല മൊമെന്റ്സ്, ആക്ഷനിലെ നല്ല മൊമെന്റ്സ് ഭയങ്കരമായിട്ട് മ്യൂസിക്കലി എലിവേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ സിനിമയിലെ ഏറ്റവും വലിയ പേര് ജസ്റ്റിൻ വർഗീസ് ആണ്. അപ്പോൾ യു ക്യാൻ എക്സ്പീരിയൻസ് ദ മ്യൂസിക് ഇൻ ഗുഡ് തിയേറ്റേഴ്സിൽ കണ്ടാൽ ആ മ്യൂസിക് ഭയങ്കരമായിട്ട് വർക്കാവും. പടം വലിയ ഹിറ്റ് ആവട്ടെ. താങ്ക് യു.